എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 73, 74, 75 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ഠപൂർത്തം തന്നെയാണുള്ളത്. ഇവിടെ വിവാഹത്തിൻ്റെ ചെറിയ ചടങ്ങുകൾ, അതിൻ്റെ അവസാനിപ്പിക്കലൊക്കെയാണ് പറയണത്. നമുക്ക് ആദ്യം 73ാമത്തെ ശ്ലോകം നോക്കാം. സകഥഞ്ചിത് ചസ്ഖാല കുർവൻ കൃഷ്ണ പ്രദക്ഷിണം തത്പാണി പങ്കജസ്പർശ സുഖേന മീലിതേക്ഷണ. നമുക്കാദ്യം പദച്ഛേദം പറയാം. സ കഥഞ്ചിത് ന ചസ്ഖാല കുർവൻ കൃഷ്ണ പ്രദക്ഷിണം തത്പാണി പങ്കജസ്പർശ സുഖേന മീലിതേക്ഷണ. ഇവിടെ കാര്യമായിട്ടൊന്നും പദച്ഛേദം പറയാനില്ല. ഇവിടെ എന്താ ശ്രീകൃഷ്ണനെ പറ്റിയിട്ടാണ് പറയണത്. സാധാരണ ഈ വർണ്ണന സ്ത്രീകളെ പറ്റിയിട്ടാണ് പതിവ്, പക്ഷെ ഇവിടെ ശ്രീകൃഷ്ണനെ പറ്റിയിട്ടാണ് കവി നടത്തിയിരിക്കുന്നത് എന്നുള്ളതൊരു വ്യത്യാസമാണ്. നമുക്ക് അർത്ഥത്തിലേക്ക് കിടക്കാം. തത്പാണി പങ്കജസ്പർശ സുഖേന മീലിതേക്ഷണ സ കൃഷ്ണ. തത്പാണി പങ്കജസ്പർശ സുഖേന. തത് എന്ന് പറഞ്ഞാൽ സ, ഇവിടെ സത്യയെയാണ് ഉദ്ദേശിക്കുന്നത്. സത്യയുടെ പാണി പങ്കജസ്പർശം, പാണി കയ്യിൽ പിടിച്ചത് കൊണ്ട്, പാണിഗ്രഹണമാണല്ലോ നടന്നത്, അങ്ങനെ കൈ പിടിച്ചത് കൊണ്ടുണ്ടായ സുഖേന, സുഖം കൊണ്ട്, കയ്യിൽ പിടിച്ചു എന്നുള്ളതിൻ്റെ സുഖം കൊണ്ട് ഭഗവാൻ എന്താ ഉണ്ടായത്? മീലിതേക്ഷണ സ കൃഷ്ണ. മീലിതേക്ഷണ, കണ്ണുകൾ അടഞ്ഞുപോയവനായ ശ്രീകൃഷ്ണൻ. നമ്മൾ ഇതുവരെയുള്ള കാവ്യങ്ങളിൽ പലപ്പോഴും കാണുക പുരുഷൻ്റെ അല്ലെങ്കിൽ വരൻ്റെ സ്പർശം കൊണ്ട് കണ്ണുകൾ അടഞ്ഞുപോയ, കൂമ്പിപ്പോയവളായ വധുവിനെയാണ് അല്ലെങ്കിൽ സ്ത്രീകളെയാണ് കാണുക. ഇവിടെ നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സത്യയെ എത്ര മോഹിച്ചിട്ടാണ് ഭഗവാൻ വിവാഹം കഴിക്കുന്നത്. അതായത് ആ കാളകളെ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടിയിട്ട് സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ശ്രീകൃഷ്ണൻ കോസലത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സുഖമാണിവിടെ കവി വർണ്ണിക്കുന്നത്. താമരപ്പൂ പോലെയുള്ളതായ വളരെ മാർദ്ദവമുള്ള സുന്ദരമായിട്ടുള്ള സത്യയുടെ കയ്യ് പിടിച്ചത് കാരണം കണ്ണുകൾ കൂമ്പിപ്പോയവനായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ പ്രദക്ഷിണം കുറുവൻ, അഗ്നിയെ പ്രദക്ഷിണം വയ്ക്കുകയാണ്. അഗ്നിയെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഒരു സഞ്ചാരം, ഒരു ചലനം അവിടെ വരുന്നുണ്ടല്ലോ. വെറുതെ ഇരിക്കുമ്പോൾ കണ്ണുകൾ കൂമ്പിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നടക്കണതിൻ്റെ ഇടയ്ക്ക് കണ്ണു കൂമ്പിപ്പോയാൽ ചിലപ്പോൾ തട്ടിത്തറഞ്ഞു വീഴാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നാണ് കവി പറയണത്. പ്രദക്ഷിണം കുറുവൻ കഥഞ്ചിത് ന ചസ്ഖാല. എങ്ങനെയൊക്കെ ആയിട്ടും, അതായത് സത്യയുടെ കൈപിടിച്ച് അഗ്നിയെ പ്രദക്ഷിണം വയ്ക്കുമ്പോഴും ശ്രീകൃഷ്ണൻ കണ്ണുകളടച്ച് ആ ഒരു ചടങ്ങിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണതെങ്കിലും എവിടെയും തട്ടിത്തടഞ്ഞു വീഴേ, തെറ്റിത്തെറിച്ച് വീഴേ ഒന്നും ഉണ്ടായില്ല. അതാണ് ചസ്ഖാല. പദമൊന്നും മാറിപ്പോയതുപോലും ഇല്ല. അത്രയ്ക്ക് ആസ്വദിച്ചിട്ടാണ് ഭഗവാൻ ആ വിവാഹം, അവരവരുടെ വിവാഹം നടത്തിയത്, അല്ലെങ്കിൽ സ്വന്തം വിവാഹം അത്രയും ആസ്വദിച്ചാണ് ചെയ്തത് എന്ന് പറയാണ്. സാധാരണ ആർക്കും അത്ര വിവാഹമൊന്നും ആസ്വദിക്കാൻ പറ്റാറില്ല. അവരവരുടെ വിവാഹം തന്നെയാണോ നടക്കണതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാകാം ചിലപ്പോൾ വരന്മാരും വധുമാരും ഒക്കെ. പക്ഷേ ഇവിടെ ശ്രീകൃഷ്ണൻ ഈ കുട്ടിയെ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയിട്ടാണ് വിവാഹം കഴിച്ച് സ്വന്തമാക്കണത്. അതുകൊണ്ടാണ് കണ്ണുകളൊക്കെ അടച്ചിട്ടാണെങ്കിലും ധാവന്നപ്പി ആവൃതാക്ഷ എന്ന് ഭക്തനെ പറ്റിയിട്ട് മേൽപ്പത്തൂര് പറഞ്ഞതുപോലെ കണ്ണടച്ചിട്ടാണ് നടക്കണതെങ്കിലും സ്ഖലതി ന ഗുഹജി, ഒരു ദിക്കിൽ പോലും തട്ടിത്തറഞ്ഞു വീഴുണ്ടായില്ല, വഴി പിഴയ്ക്കുകയുണ്ടായില്ല എന്ന് ഇവിടെ സുകുമാരകവി നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് 74ാമത്തെ ശ്ലോകം നോക്കാം. രാജാ രാജീവനേത്രായ ഹൃഷ്ടശിഷ്ടഭയച്ഛിദേ ദിദേശദർശനീയായ മധുപർക്കം മധുദ്രുഹേ. ഇനി രാജാവ് വരനെ ബഹുമാനിക്കുകയാണ്. വരന് വേണ്ട മധുപർക്കം നൽകണതായിട്ടാണ് പറയണത്. ആദ്യം പദച്ഛേദം പറയാം. രാജാ രാജീവനേത്രായ ഹൃഷ്ട ശിഷ്ടഭയച്ഛിദേ ദിദേശ ദർശനീയായ മധുപർക്കം മധുദ്രുഹേ. പദച്ഛേദമല്ല, പദപരിചയം നടത്തുകയാണ് ഉണ്ടായത്. ഇവിടെ കോസലാധിപതി എന്താണ് ശ്രീകൃഷ്ണന് വേണ്ടി നൽകിയതെന്ന് പറയാണ്. ഹൃഷ്ട രാജ. ഈ വിവാഹ ചടങ്ങ് കഴിഞ്ഞതോടു കൂടിയിട്ട് കാളകളെ പിടിച്ചു കെട്ടി ഗംഭീരമായിട്ട് വിവാഹവും നടന്നു. അതോടെ വളരെയധികം സന്തുഷ്ടനായിട്ടുള്ള കോസലാധിപതി നഗ്നജിത്ത് അദ്ദേഹം എന്താ ചെയ്തത്? രാജീവനേത്രായ ശിഷ്ടഭയച്ഛിദേ ദർശനീയായ മധുദ്രുഹേ. ശ്രീകൃഷ്ണൻ ഒരു 3-4
വിശേഷണങ്ങൾ കൊടുക്കുകയാണ്. രാജീവനേത്ര, രാജീവം താമര, താമരക്കണ്ണൻ, താമര പോലെയുള്ള കണ്ണുകളോട് കൂടിയവൻ, രാജീവനേത്രായ, ഒക്കെ ചതുർത്ഥി ഏകവചനത്തിലാണ്. ഭഗവാനായിട്ട്, അങ്ങനെയുള്ള ശ്രീകൃഷ്ണനായിട്ട് എന്നർത്ഥം. അതുപോലെ ശിഷ്ടഭയച്ഛിതേ, ശിഷ്ടന്മാർ, ഭക്തന്മാർ, സജ്ജനങ്ങൾ, അവരുടെ ഭയങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുന്നവനായിട്ടുള്ള അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ. പിന്നെ പറയാണ് ദർശനീയായ, കാണാൻ അതീവ യോഗ്യനായിട്ടുള്ള, അതിസുന്ദരനായിട്ടുള്ള, കാണുന്നവരുടെ കണ്ണിനൊക്കെ ഏറ്റവും ഇമ്പം തോന്നിക്കുന്നവൻ, ഏറ്റവും സുഖം ഉണ്ടാക്കുന്നവൻ, അങ്ങനെയുള്ള ദർശനീയായ മധുദ്രുഹേ, മധുഭിത്ത്, മധുദ്രുഹ് എന്ന് പറഞ്ഞാൽ മധുവിനെ, മധു എന്നു പേരുള്ള അസുരനെ വധിച്ചവൻ, ദ്രോഹിച്ചവൻ, അതന്നെയാണ് മധുഭിത്ത്, മധുസൂദനൻ എന്നൊക്കെ പറഞ്ഞ വാക്കിന് അർത്ഥം വരിക. മഹാവിഷ്ണു എന്നാണ് അർത്ഥം. ഇവിടെ ശ്രീകൃഷ്ണൻ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ മധുസൂദനനായിക്കൊണ്ട്, മധു എന്നു പേരുള്ള അസുരൻ്റെ ശത്രുവിനായിക്കൊണ്ട് കോസലാധിപതി എന്താ കൊടുത്തത്? മധുവർക്കം ദിദേശ. മധുവർക്കം എന്ന് പറഞ്ഞാൽ വിവാഹത്തിൻ്റെ ഭാഗമായിട്ട് കഴിക്കാൻ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അത് തൈരിൽ തേനൊഴിച്ചിട്ടൊക്കെയാണ് കൊടുക്കുക എന്നാണ് പറയുക. ആ ഭക്ഷ്യവസ്തുവിനെയാണ് മധുവർക്കം എന്ന് പറയണത്. അത് വരനും വധുവിനും കൊടുക്കാറുണ്ട്. പാലും പഴവും കൊടുക്കുന്ന ചടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളത് വേറെ തരത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ നാടുകളിലും ഓരോ തരത്തിലാണ്. വരന് മധുവർക്കം കൊടുത്തു എന്നുള്ള പരാമർശം കുമാരസംഭവത്തിൽ കാളിദാസൻ പറയണമൊക്കെ ഉണ്ട്. അത് അന്നത്തെ കാലത്തൊരു ചടങ്ങായിരുന്നു. അത് തന്നെ ആ ഒരു ചടങ്ങ് നഗ്നജിത്ത് ശ്രീകൃഷ്ണന് വേണ്ടി നൽകി. മധുവർക്കം ദിദേശ, അത് വായിലൊഴിച്ചു കൊടുത്തു, കുടിക്കാൻ വേണ്ടിയിട്ട് അത് കൊടുത്തു എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ ഈ വർണ്ണന വാക്കുകളുടെ ഒരു പ്രയോഗമാണ്. മധുവിനെ ദ്രോഹിച്ചവന് മധുവർക്കം നൽകി. അപ്പോൾ മധുദ്രുഹേ മധുവർക്കം എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടർത്ഥത്തിലാണ്. ഒരു മധു, ആദ്യത്തെ മധു എന്നുള്ളത് അസുരൻ്റെ പേരാണ്. രണ്ടാമത്തെ മധു എന്നുള്ളതിന് തേൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ആ ഒരു പ്രയോഗത്തിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് രണ്ട് വാക്കും ഒരുമിച്ച് സുകുമാരകവി പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങും കഴിഞ്ഞു. നമുക്ക് 75ാമത്തെ ശ്ലോകം കൂടി നോക്കാം. വൈധേ കർമ്മണി നിർവൃത്തേ തത്ര കൃഷ്ണവലാഹക പ്രാണിനഃ പ്രീണയാമാസ ഹൃദ്യാഭിഹേമ വൃഷ്ടിഭി. നമുക്ക് പദച്ഛേദം പറയാം. പദങ്ങളെ പരിചയപ്പെടാനേ ഉള്ളൂ, പദച്ഛേദമൊന്നുമില്ല. വൈധേ കർമ്മണി നിർവൃത്തേ തത്ര കൃഷ്ണവലാഹക പ്രാണിന പ്രീണയാമാസ ഹൃദ്യാഭി ഹേമവൃഷ്ടിഭി. വിവാഹത്തിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ തത്ര വൈധേ കർമ്മണി, വിധിപ്രകാരമുള്ള വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ, വൈധേ കർമ്മണി നിർവൃത്തേ, വിധിയാമണ്ണമുള്ള ചടങ്ങുകൾ, വിവാഹമണ്ഡപത്തിൽ വെച്ച് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ചടങ്ങുകളും കഴിഞ്ഞപ്പോൾ, കൃഷ്ണവലാഹക, കൃഷ്ണൻ എന്നു പേരുള്ള ബലാഹകം അല്ലെങ്കിൽ വലാഹകം, വലാഹകം എന്ന് പറഞ്ഞാൽ മേഘമാണ്. കറുത്ത മേഘം എന്ന് പറയാം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനാകുന്ന മേഘം എന്നും പറയാം. ഇവിടെ അങ്ങനെയാണ് പറയേണ്ടത്. ആ മേഘം എന്താ ചെയ്തത്? ഹൃദ്യാഭി ഹേമവൃഷ്ടിഭി, ഹൃദ്യമായിട്ടുള്ള ഹേമവൃഷ്ടികളെ കൊണ്ട്, ഹൃദ്യം അതീവ സുന്ദരമായിട്ടുള്ള, ഏറ്റവും നന്നായിട്ട് എന്നും പറയാം. ഹേമവൃഷ്ടിഭി, ഹേമവൃഷ്ടി സ്വർണം കൊണ്ടുള്ള മഴ. മേഘമാണെങ്കിൽ വർഷിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കൃഷ്ണൻ എന്നു പേരുള്ള മേഘം സ്വർണ്ണപ്പൂമഴ പെയ്തു, സ്വർണമാണ് പെയ്തു കൊടുത്തത്. ഹേമവൃഷ്ടിഭി എന്താണ്? പ്രാണിന പ്രീണയാമാസ, പ്രാണികളെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ആൾക്കാരെയും, ആ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ തന്നെ ധാരാളം സമ്മാനങ്ങൾ, സ്വർണ്ണമയങ്ങളായിട്ടുള്ള സമ്മാനങ്ങൾ കൊടുത്തു എന്നാണ് പറയണത്. പ്രീണയാമാസ, അവരെയൊക്കെ സന്തോഷിപ്പിച്ചു. വരൻ വെറും കൈയോടെയൊന്നുമല്ല വന്നിരിക്കണത്. വെറുതെ വന്ന് വിവാഹം കഴിച്ച പെൺകുട്ടിയും കൊണ്ട് പോകാനൊന്നും അല്ല ശ്രീകൃഷ്ണൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു വിവാഹം തട്ടിക്കൊണ്ടു പോരുന്ന രീതിയിൽ കഴിഞ്ഞു, ഇനി ഒരെണ്ണം അങ്ങനെയല്ല, വളരെ കേമായിട്ട് തന്നെ കഴിക്കണമെന്നുള്ള പ്രതീക്ഷയോടെ അതിനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് തന്നെയാണ് ഭഗവാൻ വന്നത്. അതുകൊണ്ട് അച്ഛൻ, അതായത് ഭാര്യാപിതാവ് വരന് വേണ്ട സൽക്കാരങ്ങളും ഭക്ഷണങ്ങളും മധുപർക്കവും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞുല്ലോ. പിന്നെ ഇവിടുത്തെ ജാമാതാവായി, മരുമകനായി ഈ കോസലത്തിലെ. അങ്ങനെ ശ്രീകൃഷ്ണൻ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വിവിധ തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകി. എല്ലാം സ്വർണ്ണമയങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഹേമവൃഷ്ടിഭി. അപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്കൊക്കെ സമ്മാനങ്ങൾ കൊടുത്തത് ഏതാണ്ട് പറയുകയാണെങ്കിൽ കറുത്ത മേഘം
എല്ലാ ജനങ്ങളെയും നല്ല മഴ പെയ്യിച്ച് തണുപ്പിച്ചതുപോലെ സുഖം നൽകിയതുപോലെ ആയിരുന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത്. ഇവിടെ ഉപമാലങ്കാരം തന്നെയാണുള്ളത്. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സകഥഞ്ചിന്നചസ്ഖാല കുറുവൻ കൃഷ്ണ പ്രദക്ഷിണം തത്പാണിപങ്കജസ്പർശസുഖേന മീലിതേക്ഷണ രാജാ രാജീവനേത്രായ ഹൃഷ്ടശിഷ്ടഭയച്ഛിദേ ദിദേശദർശനീയായ മധുപർക്കം മധുദ്രുഹേ വൈധേ കർമ്മണി നിർവൃത്തേ തത്ര കൃഷ്ണവലാഹക പ്രാണിനഃ പ്രീണയാമാസ ഹൃദ്യാഭി ഹേമവൃഷ്ടിഭി. അങ്ങനെ പദങ്ങളെ കൊണ്ടുള്ളൊരു കളിയാണ്. പ്രാണിന പ്രീണയാമാസ ഹൃദ്യാഭി ഹേമവൃഷ്ടിഭി എന്നൊക്കെ ഉള്ള ദിക്കിൽ വാക്കുകൾ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ അത് കണ്ടുല്ലോ. മധുപർക്കം മധുദ്രുഹേ എന്നൊക്കെ പറയുമ്പോൾ അവിടെയും ഈ ആവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരേ വാക്കുകൾ വ്യത്യസ്ത അർത്ഥത്തിൽ പ്രയോഗിക്കുക, അങ്ങനെയൊക്കെ കവി ചെയ്തിട്ടുണ്ട്. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.